നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് യാത്ര പോകുന്നവരാണ്. എന്നാൽ വലിയ വാഹനം ഓടിച്ചിട്ടാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും. കാരണം ഗൂഗിൾ മാപ്പിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി മാപ്പ് നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതിലാകുമ്പോൾ നിങ്ങൾ വലിയ വാഹനമാണ് ഓടിച്ചിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ടുന്ന സ്ഥലത്തേക്ക് എത്ര ഇന്ധനം വേണം എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഇനി അതിന് പുറമെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് 3D വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ ഇത് വഴി പറഞ്ഞു തരും. നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ ഇത് നിങ്ങളുടെ സ്ഥലം കാണിച്ചു തരികയും ചെയ്യും. അതിന് പുറമെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് ഏതാണ് മാപ്പ്, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ലൊക്കേഷൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ വേണമെങ്കിൽ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് ഉള്ളത്. നമുക്കത് മാറ്റാൻ വേണ്ടി ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആദ്യം ലാംഗ്വേജിൻ്റെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഡിജിപിനിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്. ഞാൻ ഇവിടെ സെറ്റ് ലാംഗ്വേജ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ മുകളിൽ ഡണ്ണ് കാണാം, അവിടെ ഡണ്ണ് കൊടുക്കുക. ഇപ്പോൾ സംഭവം മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എവിടത്തേക്കാണ് നമുക്ക് യാത്ര പോകേണ്ടത്? ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി, മലയാളത്തിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കാലിക്കറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ കാലിക്കറ്റിലേക്ക് നമുക്ക് യാത്ര പോകേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ സ്ഥലങ്ങളും മലയാളത്തിൽ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ദിശകൾ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഇംഗ്ലീഷിലാണ് ആദ്യം ഉണ്ടാകുക. ഞാനിപ്പോൾ മലയാളം ആക്കിയതുകൊണ്ട് ദിശകൾ എന്നാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാറ്, ബൈക്ക്, ട്രക്ക്, അതുപോലെ തന്നെ നടന്നു പോകുന്നത് എല്ലാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് ട്രക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. വലിയ വാഹനമാണല്ലോ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട റൂട്ട് ഇതാ ഇവിടെ ലഭ്യമായി കഴിഞ്ഞു. ഇനി എത്ര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാം, എത്ര കിലോമീറ്ററാണ് അവിടത്തേക്കുള്ളത്, അതുപോലെ തന്നെ ഒന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ എത്ര ഇന്ധനം നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ ഇതാ ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ദാ ഇവിടെ തന്നെ മുകളിൽ വലതുവശത്ത് ദാ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ 3D കാഴ്ച എന്ന ഈ ഒരു ഭാഗം എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ദാ കണ്ടോ, 3D രൂപത്തിൽ നമുക്ക് ഈ ഒരു മാപ്പ് കാണിച്ചു തരും. ഓക്കെ, ഇനി വിഷ്വൽ ട്രാഫിക് എന്ന ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പോകുന്ന വഴിക്ക് ട്രാഫിക് ജാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. അതിന് താഴെയും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചെക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെ ആരംഭിക്കുക എന്ന ഈ ഒരു ഗ്രീൻ മാർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇതാ നമുക്ക് പുറപ്പെടുന്ന ആ ഒരു മാപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് യാത്ര പുറപ്പെടാം. ഇവിടെ തന്നെ നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് യാത്ര പുറപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പെർമിഷൻ കൊടുക്കണം എന്നേ ഉള്ളൂ. ഇനി താഴെ ഇവിടെ ഒരു സെർച്ചിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കൂടുതൽ എന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ റെസ്റ്റോറൻറ്റ്, പെട്രോൾ, കോഫി, അതുപോലെ തന്നെ ഫാർമസി, ആശുപത്രി, അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റൂട്ടിൽ തന്നെ നിങ്ങൾക്കത് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള സംവിധാനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ സെറ്റിംഗ്സിൽ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.